സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പണമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന അവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി. നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാൻ 25 ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലഭിക്കുന്നു. ഇനി ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളായിട്ടല്ല, ജോലി നൽകുന്ന ആളായിട്ട് നിങ്ങൾക്ക് മാറാം PMEGP-യിലൂടെ. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. PMEGP, അതായത് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തരുന്ന ഒരു സഹായമാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ സഹായ പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ PMEGP എന്ന് പറയുന്നത്. നമുക്കറിയാം, ബിസിനസ് സ്വപ്നമായി നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നല്ലൊരു ബിസിനസ് ചെയ്ത് നല്ലൊരു സംരംഭകനാവണം, നല്ല ഒരു ഓണ്ടർപ്രണർ ആവണം, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളാവണം എന്ന് ആഗ്രഹിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും ആകാം. ഒരു ബിസിനസ് സ്വപ്നമെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും നമുക്കിടയിൽ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ, നമ്മുടെ സ്വപ്ന ബിസിനസ്സിന് ആവശ്യമായ മൂലധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ബിസിനസിന്റെ ഐഡിയ ഉണ്ടാകും, ബിസിനസിന്റെ എല്ലാ പ്ലാനുകളും ഉണ്ടാകും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ബാങ്കിൽ നിന്നും മറ്റും ലോൺ ലഭിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്താണ് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പോലെയുള്ള PMEGP പോലെയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ നമ്മളെ സഹായിക്കുന്നത്. എന്താണ് PMEGP? നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്ത ഒരു പദ്ധതിയാണ് PMEGP എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരു പദ്ധതിയാണ് ഇത്. നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് PMEGP കുറിച്ചുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് PMEGP, ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്, അതായത് യോഗ്യതാ മാനദണ്ഡങ്ങളാണ് PMEGP ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി നിങ്ങൾ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പദ്ധതിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, സർവീസ് തുടങ്ങിയ ഏത് രീതിയിലുള്ള ബിസിനസ്സുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് PMEGP. മാനുഫാക്ചറിംഗ്, അതായത് നിർമ്മാണ ബിസിനസ്, അതുപോലെ തന്നെ സർവീസ് ബിസിനസ്, സേവന ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ്, ട്രേഡിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, ഇവയ്ക്കെല്ലാം PMEGP പ്രകാരം ധനസഹായം ലഭിക്കുന്നു. 2008 ലോഞ്ച് ചെയ്ത ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, അതായത് ക്രെഡിറ്റ് ലിങ്ക് ആയിട്ടുള്ള സബ്സിഡി തരുന്ന ഒരു പദ്ധതിയാണ് PMEGP, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. രാജ്യത്തെ പൗരന്മാരിലെ സംരംഭകത്വം ഉണർത്തുക, അവർക്ക് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തൊഴിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം നൽകുക, അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. PMRY, REGP എന്നിങ്ങനെയുള്ള രണ്ട് പദ്ധതികൾ ഇതിനു മുമ്പ് നിലവിലുണ്ടായിരുന്നു. ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ട്, ഇത് രണ്ടും മിങ്കിൾ ചെയ്തുകൊണ്ടാണ് PMEGP എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് ആരംഭിച്ചത്. ചെറുകിട സംരംഭങ്ങളും ബിസിനസ്സുകളും ആരംഭിക്കുന്നതിനായിട്ട് രാജ്യത്തെ ഗ്രാമ നഗരങ്ങളിലെ പൗരന്മാരെ, അല്ലെങ്കിൽ ആളുകളെ പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഈ പദ്ധതിക്കുള്ളത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVIC ആണ് ഈ ഒരു PMEGP പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ ഇത് സ്റ്റേറ്റ് KVIC ഡയറക്ടറേറ്റ്, KVIBs, ജില്ലാ വ്യവസായ സെന്ററുകൾ, ബാങ്കുകൾ എന്നിവ മുഖേനയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. 18 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും PMEGP-യിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ യോഗ്യതാ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ 8ാം തരം പാസ്സായിരിക്കണം എന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ നിർമ്മാണ മേഖലയിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ പദ്ധതി ചെലവുണ്ടെങ്കിൽ, സേവന മേഖലയിൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ പദ്ധതി ചെലവ് ഉണ്ടെങ്കിൽ നിങ്ങൾ 8ാം തരം പാസ്സായിരിക്കണം എന്നതാണ് അടുത്ത ഒരു യോഗ്യതാ മാനദണ്ഡം. അതുകൂടാതെ സ്വയം സഹായ സംഘങ്ങൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൊസൈറ്റികൾ, അതുകൂടാതെ പ്രൊഡക്ഷൻ കോർപ്പറേറ്റീവുകൾ എന്നിവയ്ക്കും PMEGP-യിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡി ഓൾറെഡി നേടിയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്കോ സൊസൈറ്റികൾക്കോ PMEGP-യിൽ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വരുമാനം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു മാനദണ്ഡമല്ല. നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് PMEG-യിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുണ്ട്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പ്രകാരം എത്ര രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിൽ മാക്സിമം പ്രൊജക്ട് കോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന സബ്സിഡി എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ സേവന മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപയും വായ്പ ലഭിക്കും. ഇനി സബ്സിഡിയുടെ ഒരു മാർജിൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, അവർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 15% സബ്സിഡി ലഭിക്കുന്നു. അതല്ല, അവർ ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് 25% സബ്സിഡിയായി ലഭിക്കുന്നു. ഇനി SC, ST, OBC, മറ്റു മൈനോറിറ്റികൾ, സ്ത്രീകൾ, എക്സ് സർവീസ്മാൻ, PH, NER എന്നീ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അവർ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25% സബ്സിഡിയായി ലഭിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 35% സബ്സിഡിയായി ലഭിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഗ്രാമപ്രദേശത്ത് 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾ SC കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് 35% സബ്സിഡി ലഭിക്കുന്നു. അതായത് 10 ലക്ഷം രൂപയുടെ 35%മായ 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സബ്സിഡിയായി ലഭിക്കുന്നു. ബാക്കി തുക നിങ്ങൾക്ക് ബാങ്ക് ലോൺ വഴി സ്വരൂപിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അതും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷനായി കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്, നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ പ്രോജക്ട് കോസ്റ്റിന്റെ 10% നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട്, യുവർ ഓൺ കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 5% നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി PMEGP-യിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം PMEGP-യുടെ ഈ പോർട്ടൽ നിങ്ങൾ സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ്, പ്രൊപ്പോസ്ഡ് ലൊക്കേഷൻ, അതായത് ഏത് സ്ഥലത്താണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെന്റ്സ് ഇതെല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ആവശ്യമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, അപ്ലിക്കബിൾ ആണെങ്കിൽ ഗ്രാമപ്രദേശത്തിൽ നിന്നാണ് വരുന്നത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, പ്രോജക്ട് റിപ്പോർട്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ലെവൽ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. ഫൈനൽ അപ്രൂവലിന് മുമ്പായിട്ട് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. ഇത് 10 മുതൽ 15 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് നിങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ ലോൺ അപ്രൂവൽ ആകുന്നു. ആ ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോൺ തുക സാങ്ഷൻ ചെയ്യുന്നതിനായിട്ട് ബാങ്കിലേക്ക് പ്രോസസ് ചെയ്യുന്നു. ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നു. നിങ്ങൾക്ക് PMEGP പ്രകാരം ലോൺ എടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. വളരെ ക്ലിയറും റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകണം, ബ്രേക്ക് ഈവൻ ഉണ്ടാകണം, ഇൻകം പ്രൊജക്ഷൻസ്, എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തുടങ്ങുന്ന ഡീറ്റെയിൽസും അടങ്ങിയിരിക്കണം. ലോക്കൽ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ സ്കില്ലിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഐഡിയ തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും വളരെ കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. അതുകൂടാതെ DIC ഓഫീസുമായും നിങ്ങളുടെ ബാങ്ക് മാനേജറുമായും നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ ഈസി ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്ക് ആദ്യത്തെ ലോൺ ഇൻസ്റ്റാൾമെന്റ് റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സബ്സിഡി റിലീസ് ആവുകയുള്ളൂ. ബിസിനസ് തുടങ്ങി ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ ഒരു കാരണവശാലും അത് ക്ലോസ് ചെയ്യരുത്. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സബ്സിഡി പെനാൽറ്റി അടക്കം തിരിച്ചടക്കാനുള്ള വകുപ്പ് ഗവൺമെന്റിനുണ്ട്. ഒരേ പ്രൊജക്ടിനായിട്ട് വ്യത്യസ്ത തരം സ്കീമുകൾ ഉപയോഗിക്കാനും പാടില്ല. അതേസമയം ചെറുകിട ബിസിനസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് മുദ്രാ ലോൺ ഉപയോഗിക്കാം. PMEGP എന്ന് പറയുന്നത് വലിയ സ്കെയിലിലുള്ള മൈക്രോ എന്റർപ്രൈസുകൾക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തീർച്ചയായും നിങ്ങൾക്ക് PMEGP എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്നതിനായിട്ട്, ജനങ്ങളുടെ സംരംഭകത്വം ഉണർത്തുന്നതിനായിട്ട് തുടങ്ങിയ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ അവർക്ക് ഷെയർ ചെയ്യുക. മികച്ച എമൗണ്ട് തന്നെ സബ്സിഡിയായി ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. തീർച്ചയായും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള സഹായങ്ങൾ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മികച്ച ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായും രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Boss Wala. Be the boss.